എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു. ഓക്കെ, നമുക്ക് അത്ഭുതം. ഊതക്കാത്ത അടിക്കയില്ല. അടുത്ത നമുക്ക് ശൃംഗാരം. സുത്തി ഊതക്കാത്ത അടിക്കയില്ല. അപ്പനക്ക് കഞ്ചി കൊണ്ടുപോകണം. അപ്പൊ ഇതിന് നമ്മള് ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചിരിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവരുടെ നേച്ചർ അതാണ്. പുള്ളിക്കാരി വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. വളരെ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ട് കാര്യങ്ങൾ പറയും. ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതും ആലോചിച്ചിട്ടായിരിക്കും പറയുന്നത്. ചേട്ടനെ പോലത്തെ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യട്ടാ. താങ്കളായി യൂണിഫോമിനകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ വെറുതെ നോക്കുമല്ലോ, എന്താ തോന്നി, എന്താ ഫീൽ ചെയ്തേ? എനിക്ക് സുരേഷ് ഗോപി സാറിനെയാണ് ഓർമ്മ വന്നത്. കണ്ടപ്പോ ഒരുമാതിരി നമ്മുടെ നേരത്തേക്ക് ഈ അഭൂതം ആവേശിച്ച പോലെ ഒരു സംഭവമൊക്കെ തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു തോർത്തെടുത്തോണ്ട് വരും. ഇതെന്തിനാ യൂണിഫോം ഒക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കണം. അപ്പൊ ഇതെന്തിനാ ചേച്ചി ഇത് കൊടുത്ത ചേച്ചിയുടെ റോളിൽ ഇതാണ് പറ്റുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. Hi, hello, and welcome to Milestone Makers Presents Talk of the Town. This is Alin Shah, and I have with me the very talented ആയിട്ടുള്ള ഒരാളാണ്. ഒരു ആക്ടർ ആണ്, ഒരു ഡാൻസർ ആണ്, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. We have with us ശ്രീരേഖ ചേച്ചി. വെൽക്കം ടു ദ ഷോ. ചേച്ചി ഇൻട്രോ കേട്ടിട്ട് ഇങ്ങനെ ആണോ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചുറ്റും നോക്കിയായിരുന്നു. ചേച്ചി ശരിക്കും ടാലന്റഡ് ആണ്. നമ്മളെ ഓക്കെ, ഏറ്റവും പുതിയ വിശേഷം CBO സിനി. അപ്പൊ ആൾക്കാരെല്ലാരും വളരെ അടിപൊളിയായിട്ട് ഉള്ള കമന്റ്സ് ആണ് ചേച്ചിയുടെ പെർഫോമൻസിനെ പറ്റി പറയുന്നത്. അതായത് പെണ്ണ് കേസിലെ വളരെ ത്രൂ ഔട്ട് ആയിട്ടൊരു ക്യാരക്ടറാണ് അല്ലെ, സ്റ്റാർട്ടിംഗ് ടു എൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാടധികം പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. എന്താ പറയാ, ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന, പല മുഹൂർത്തത്തിലും ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ. ആള് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ചിരിക്കുന്നുണ്ട് ആൾക്കാർ. അല്ല, നമ്മളെ സിറ്റുവേഷനിൽ കോമഡിയാണല്ലോ പിടിച്ചേക്കുന്നത്. സോ എങ്ങനെയാണ് ഈ മൂവിയിലോട്ട് എത്തുന്നത്? ചേച്ചിക്ക് ആ ക്യാരക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത്? മൂവിയിലേക്ക് എത്തുന്നത് ഇങ്ങനെ, ഞാൻ മൂവി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. ഞാൻ അന്വേഷിച്ച് അവസരങ്ങൾ തേടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു മൂവി ഉണ്ടെന്നും അതിന് വേണ്ടിയിട്ട് ഡയറക്ടർ വിളിക്കും എന്നും അന്വേഷിച്ചു. അപ്പം അങ്ങനെ കിട്ടി, എന്നെ വിളിച്ചു. പക്ഷെ വിളിച്ചപ്പോഴൊന്നും ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു. സിനി CPO എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു നട്ട്ഷെല്ല് മാത്രമാണ് പറഞ്ഞത്. അതൊരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഇതാണ്, പോലീസ് ഓഫീസറാണ്, ഒരു പോലീസുകാരിയാണ്. പക്ഷെ സ്റ്റേഷൻ സ്വന്തം വീടായിട്ട് കണക്കാക്കുന്ന ഒരു പോലീസുകാര്. മറ്റൊരു വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വേറൊരു വീട്, സ്വന്തം ചേച്ചിയെ പോലെ മറ്റുള്ള പോലീസുകാരെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കണക്കാക്കുന്ന ഒരാൾ. അപ്പൊ അത് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും മീറ്റ് ചെയ്തു. എന്റെ സ്ക്രിപ്റ്റ് എഴുതിയ രശ്മി എന്ന് പറഞ്ഞിട്ട്, രശ്മി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഡയറക്ടർ ഫെബിൻ ഉണ്ടായിരുന്നു, പിന്നെ രശ്മിയുടെ ഹസ്ബൻഡ് സരൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് 3 പേരുമാണ് നമ്മളെ മീറ്റ് ചെയ്തത്. അപ്പൊ മീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബിൻ പറഞ്ഞു, അയ്യോ എന്റെ മനസ്സിലെ സിനി ഇങ്ങനല്ല. കാരണം സിനിക്ക് കുറച്ചുകൂടെ തടിയുണ്ട്, തടി വേണം, കുറച്ചുകൂടെ ഏജ്ഡ് ആണ്, നല്ല ഒരു പിന്നെ കുറച്ച് പക്വതയും അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ തടി വേണം. ഞാൻ തടി വെപ്പിക്കാം, നമ്മൾ ഇൻസ്റ്റന്റ് ആണല്ലോ, നമുക്ക് അവസരങ്ങളാണല്ലോ, തടി വെപ്പിക്കാം. അപ്പൊ നല്ല തടി വെപ്പിച്ച ചരിത്രം ഉണ്ട്. മുമ്പ് നമ്മൾ വെയിലിന് വേണ്ടിയിട്ട് തടി വെപ്പിച്ച ചരിത്രമുണ്ട്. അപ്പൊ ഞാൻ തടി വെപ്പിക്കാം. അപ്പൊ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ തരാം, പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു. എല്ലാം സെറ്റായി. ഞാൻ നേരെ ലൊക്കേഷനിലേക്ക് ഒരു 6-7 കിലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് ഇതില് കാണുമ്പോ എന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. നേരിട്ട് കാണുന്നതും സ്ക്രീനിൽ കാണുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഒരു കണക്കിന് എനിക്ക് ഗുണമാണ്. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തന്നു. ഒരു വലിയ പെട്ടി, ഒരു ചെറിയ പെട്ടി. ലൊക്കേഷനിലേക്ക് ചെന്നു. സുൽത്താൻ ബത്തേരി, വയനാട്, തിരുനെല്ലി അവിടെയായിരുന്നു. അപ്പൊ എനിക്ക് വയനാട് നമ്മുടെ കാടും മേടും കടുവകളും ആനകളും ഒക്കെ ഇറങ്ങുന്ന ആ സ്ഥലത്തായിരുന്നു പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ഫസ്റ്റ് ഡേ എന്നെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ ഫെബിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, അയ്യോ നമ്മുടെ സിനി ഇങ്ങനല്ല, ദേ അവിടെ ചുരിദാറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി ഷാമ്പൂ ഒക്കെ ചെയ്ത് മുടിയൊക്കെ കളർ ചെയ്ത ഒരാൾ വന്നിട്ടുണ്ട്, ഈ സിനി അല്ല നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഫെബിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഫെബിൻ പറഞ്ഞു, അല്ല നമ്മൾ മേക്കപ്പ് ഇട്ട് വരുമ്പോ ആള് മാറും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്റെ അടുത്ത് വന്നിട്ട്, ചേച്ചി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോ മാറൂല്ലേ? ഞാൻ പറഞ്ഞു, മാറും, പോയി ധൈര്യമായിട്ടിരുന്നു, ഞാൻ മാറും. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മൾ പെട്ടി പൊട്ടിക്കണ്ട,
അങ്ങനെ ഇരിക്കട്ടെ, ചിലപ്പോൾ നിൽക്കണോ പോണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സിനിയായി മാറി. അപ്പൊ പിന്നെ ഫെബി വന്നിട്ട് പറഞ്ഞു, കേട്ടോ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ചേച്ചിക്ക് ചേച്ചിക്ക് സിനിയാവാൻ പറ്റുന്നു. പിന്നെ അങ്ങനെയായിരുന്നു. ഓക്കെ, ഇത് ഒരു പോലീസ് വേഷം എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്ന ഒരു ആദ്യത്തെ പരിപാടിയാണല്ലോ അല്ലെ? അപ്പോ എന്തൊക്കെയായിരുന്നു അതിനുള്ള പ്രിപ്പറേഷൻസ്? അതായത് പോലീസ് ആയിട്ട് തോന്നണല്ലോ നമ്മൾ ആ യൂണിഫോം കയറി ഇരിക്കുമ്പോ? ഒന്നും ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഇടിയം പോലീസ് അല്ല. നമ്മൾ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്. ഒന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരവരുടെ ജോലിയിൽ ഭയങ്കര പക്കാ പ്രൊഫഷനാണ്. ഇവിടെ സിനിക്ക് ജോലി എന്താണെന്നുള്ളത് അറിയാലോ. പിന്നെ തടമെടുക്കുക, തെങ്ങിന് തടമെടുക്കുക, ചാണകക്കുഴിയിൽ ചാണകം നിറയ്ക്കുക, പിന്നെ ചെടികളെ പരിപാലിക്കുക. അതുപോലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പല ഈ കുറ്റകൃത്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിടുമല്ലോ. ആ വണ്ടിയുടെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലും മുക്കും മൂലകളിലും ചീര, വെണ്ട, വഴുതനങ്ങ, വടവലും ഒക്കെ നട്ട് വളർത്തുക. അത് പറിച്ച് കറി വെച്ച് കഴിക്കുക. പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും കൂടിയാണ്, കർഷക ശ്രീയുടെ അവാർഡ് ഞങ്ങൾക്ക് കുടിയാൻമല പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുള്ള അതാണ്. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത്. അത് പിന്നെ സിനി വരുന്നത് സത്യത്തില് കൃഷിപ്പണിക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു ചേച്ചിയാണ്. വൈകുന്നേരം പോകുമ്പോൾ ചിലപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുമായിരിക്കും. അപ്പൊ അത്രയും ഒരു തയ്യാറെടുപ്പ് മാത്രമേ സിനിക്ക് നടത്തേണ്ടി വന്നുള്ളൂ. മറ്റതുപോലെ മസിൽ ഒതൊന്നും ചെയ്യണ്ട, കുറച്ച് വണ്ണം വെച്ച് വെക്കാൻ പറഞ്ഞു. അത് വെച്ചപ്പോഴത്തേക്ക് സിനിയായി. ഈ യൂണിഫോമില് താങ്കൾ ആ യൂണിഫോമിനകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ മിറർ നോക്കുമല്ലോ, എന്താ തോന്നി, എന്താ ഫീൽ ചെയ്തേ? എനിക്ക് സുരേഷ് ഗോപി സാറിനെയാണ് ഓർമ്മ വന്നത്. എന്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ പറയൂല, പക്ഷെ നമ്മൾ ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു പവറാന്ന് പറയില്ലേ, സത്യത്തിൽ അതൊരിക്കൊരു കണ്ടപ്പോ ഒരു മാതിരി നമ്മുടെ മേത്തൊക്കെ ഈ അമൂതം ആവേശിച്ച പോലെ ഒരു സംഭവമൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു തോർത്തെടുത്തോണ്ട് വരുന്നു. ഇതെന്തിനാ യൂണിഫോം ഒക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കണം. അപ്പൊ ഇതെന്തിനാ ചേച്ചി ഇത് എടുത്തോ, ചേച്ചിയുടെ റോളിൽ ഇതാണ് പറ്റുന്നത്, ഇത് എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സാധനമൊക്കെ ചുറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റേ ബൂട്ടും എടുത്തു തന്നു. നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതും കൂടി ഇട്ടപ്പോ വേറൊരു ലുക്ക്. ഞാൻ പല പോലീസുകാരെയും കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ള രൂപം ഇതല്ല, ഞങ്ങളുടെ മനസ്സിലുള്ള സിനി ഇതാണ്, ഇറങ്ങിക്കോ തൂമ്പ എടുത്തോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഇതാ. പക്ഷെ സത്യത്തിൽ എന്നെ കണ്ണാടി കണ്ടപ്പോ ഞാൻ ഭയങ്കര മറ്റേ ധൃതംഗ പുളകിതം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ആയെങ്കിലും പിന്നെ അത് തണുത്തു. അല്ല പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു. പ്രേക്ഷകരുടെ റെസ്പോൺസ് കാണുമ്പോൾ ഇതുവരെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസറെ കണ്ടിട്ടില്ല. ഓക്കെ, റെസ്പോൺസ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പൊ ഫൈനലി അതെല്ലാം ചെയ്തത് അടിപൊളിയല്ലേ? അത് ഒരുപാട് സന്തോഷം തോന്നി. കാരണം സിനിമോൾ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് തയ്യാറെടുപ്പുകളൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. പ്രത്യേകിച്ച് കണ്ണൂർ ഭാഷ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഏകദേശം കണ്ണൂര്, കുടിയാൻമല ആ ഒരു ഇതായിട്ടാണ് കാണിക്കണേ. അപ്പൊ ആ ഒരു ഭാഷ നമുക്ക് കിട്ടിയാൽ കൊള്ളാം. വേറൊന്നും എനിക്കൊരു സജഷൻ പറഞ്ഞില്ല. ഈ ഒരൊറ്റ ഡയലോഗ്, ഇതാണ് ആ 5 ഡയലോഗ്, മറ്റേ ഹുക്കിംഗ് ഡയലോഗ് ഇതാണ്. പോലീസ് സ്റ്റേഷൻ സ്വന്തം വീട് പോലെ കാണുന്ന, മറ്റുള്ള എല്ലാ പോലീസുകാരെയും സഹോദരന്മാരായിട്ട് പരിപാലിക്കുന്ന ഒരു മൂത്ത ചേച്ചിയെ പോലുള്ള സിനി ചേച്ചി. ചേച്ചി അവസാനം നൈസായിട്ടൊന്ന് ശശിയായി സിനിമയില്. പിന്നെ എന്നോട് വേറെ പോലീസുകാരുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം. ഞങ്ങളുടെ സാറ് താങ്കൾ പക്ഷെ കുറച്ച് സപ്പോർട്ട് കൂടുതലായിരുന്നു. നല്ല മനസ്സുള്ളവർക്ക് എന്നും അങ്ങനെയല്ലേ. റിയൽ ലൈഫിൽ എങ്ങനെയാണ്? നല്ല മനസ്സുണ്ടോ? വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നെ കണ്ടിട്ട്. ഏകദേശം ഇങ്ങനെ എരന്ന് മേടിച്ച് പണി വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഈ ഒരു സിനിമകളുടെ ക്യാരക്ടർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എങ്ങോട്ട് ചെന്നിട്ട് ബിഗ് ബോസിലൊക്കെ കണ്ടു കാണും, ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ടൊന്നും നിൽക്കാറില്ല. ഞാനിങ്ങനെ എയർ പിടിച്ച് മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കും. അത് മസിൽ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പണി എനിക്കിട്ട് കിട്ടും എന്നറിയാവുന്നതുകൊണ്ടാണ് ബലം പിടിച്ചിരിക്കണേ. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കും. അത് കിടന്നോട്ടെ, ഇപ്പൊ നമ്മള് ബിഗ് ബോസിൽ കാണും. എനിക്ക് ബിഗ് ബോസിൽ ആക്ച്വലി ചേച്ചിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇഫ് ഐ നോട്ട് റോങ്, നമ്മുടെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് സ്വന്തം മകൻ മരിച്ച് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളെ കാണുമ്പോഴുള്ള ഒരു പെർഫോമൻസ്. ലാലേട്ടൻ പോലും അത് വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്തു പറഞ്ഞൊരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ലാലേട്ടൻ അത് സിനിമയാക്കി ഹൃദയപർവ്വത്തില് അതേപോലത്തെ ഒരു സീൻ ലാലേട്ടൻ തന്നെ അഭിനയിച്ചു അല്ലെ? അപ്പൊ ആ ഒരു പെർഫോമൻസിനെ പറ്റി ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഒരു വീക്ക് കംപ്ലീറ്റ്ലി ശ്രീരേഖയുടെ പെർഫോമൻസ് കാണുമെന്ന് പറഞ്ഞിട്ട് അത്രയും ഷെയർ ഒക്കെ പോയൊരു കാര്യം. അപ്പൊ നമ്മുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ചേച്ചി വളരെ സീരിയസ് ആയിട്ട് ഇമോഷണൽ റോൾസ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ. ഇതിൽ വരുമ്പോൾ എന്റെ ഡിഫറെന്റാ. ചേച്ചിക്ക് ആക്ച്വലി ഏതാ കംഫർട്ടബിൾ? ആദ്യം എനിക്ക് ആ പെർഫോമൻസിനെ പറ്റി പറയണം, എന്നിട്ട് ഏത് ജേണറാണ് ചേച്ചിക്ക് കംഫർട്ടബിൾ അഭിനയിക്കാനായിട്ട്? ഒന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റിയോട് കൂടി വരുന്നൊരു സ്ഥലമാണ്. എല്ലാവർക്കും കപ്പ് മുഖ്യം ബിഗിലേ. പക്ഷെ നമ്മൾ ഞാൻ വിചാരിച്ച കപ്പും
ഒന്നും കിട്ടില്ല. അതിനുള്ള ഒരു എക്സാക്ട്ലി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് വെച്ചാൽ ഞാൻ അല്ലാതെ 63 കുറയ്ക്കരുത്. അല്ല, അത് ഒരു സെൽഫ് ചാലഞ്ചിങ് ഒരു മെത്തേഡ് കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ, നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളൊരു ബിഗ് ബോസ് പോലൊരു ഹൗസിൽ പോയാൽ എങ്ങനെ ഇരിക്കുന്ന ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒന്ന് വിചാരിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എങ്ങനെയാണ് മറ്റുള്ളവരുടെ കൂടെ ഇടപെടാൻ പറ്റുക. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ആ ഒരു അവസരം എനിക്ക് കിട്ടി. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ലെഷർ ടൈം ഉണ്ടാവും. നമ്മൾ ഈ ടെലികാസ്റ്റിംഗ് ടൈം അല്ലാതെ ഒരുപാട് സമയങ്ങളിൽ നല്ല മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും മുമ്പുള്ള സീസണുകളിലൊന്നും അങ്ങനെ ഒരു സാരും ചെയ്തിട്ടില്ല. അതിനുശേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു സ്കിറ്റ്, അത് അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിൽ തോന്നിയത് ഒരു സ്കിറ്റാണ്. കാരണം അതിന് എന്നെ സഹായിച്ചത് ടിക്ടോക്ക് ആണ്. മുമ്പ് ഞാൻ ടിക്ടോക്കിലെ വീഡിയോ ഒക്കെ ഇടുവായിരുന്നു. അതും കൂടുതലും വീടിന്റെ പറമ്പിലും ഓക്കെ. ഈ നമ്മള് നിഖില വിമലിനെ പറ്റി സംസാരിക്കുമ്പോഴേ നമ്മൾ ആങ്കേഴ്സിന് ആക്ച്വലി ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കേണ്ടി വരും. കാരണം എന്ത് മറുപടിയാണ് തിരിച്ചു കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. തഗ്ഗായിട്ട് മറുപടി തരുന്ന ഒരാളാണ്. സോ ആക്ച്വലി റിയൽ ലൈഫിൽ പുള്ളിക്കാരത്തിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഓൺ സെറ്റ് എങ്ങനെയായിരുന്നു? തഗ്ഗെന്നല്ല, പുള്ളിക്കാരി വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. വളരെ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ട് കാര്യങ്ങൾ പറയും. ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല. അതും ആലോചിച്ചിട്ടായിരിക്കും പറയുന്നത്. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്ത് ആലോചിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് എടുത്ത് ചിലപ്പോൾ പറയുന്നത് പൊട്ടത്തരമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി പറയുന്ന. അവനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയുന്നതല്ലേ നല്ലത്, അല്ലാണ്ട് പറഞ്ഞിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് പറ്റാറില്ല. ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ ചിലപ്പോൾ നമ്മൾ അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല എന്നുള്ള നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കേണ്ട വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ചില ചോയ്സസ് വരുമ്പോഴാണ് നമുക്ക് ഡിപ്ലോമാറ്റിക് ആവേണ്ടത്. അവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അസേർട്ടീവായിട്ട് കാര്യം പറയാം. സത്യത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു നോർമൽ നേച്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിഖിലയുടെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആള്. പിന്നെ റീൽസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ പറയണേ, ഈ തഗ് പറയുന്ന ആളാണോ ഈ കാണിക്കുന്നതെന്ന്. മറ്റേ തുമ്പിയെ പിടിക്കാനോ ഓടുക, പക്കിയെ പിടിക്കാനോ കല്ലെറിയുക. അപ്പൊ നിഖില അങ്ങനെ ഒരു നേച്ചറാണ്. ഭയങ്കര ഫൺ അതായിട്ടുള്ള ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. നല്ല രസമായിരുന്നു നമുക്ക് വർക്ക് ചെയ്യാൻ. മൊത്തത്തിൽ ആ പോലീസ് സ്റ്റേഷനിലെ ബാക്കി പോലീസുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി, അതിനെ പറ്റിട്ട് എന്താ സംസാരിക്കാനുള്ളത്? അതാണ് രസം. കേസ് തരാൻ വരുന്നവരും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവരും കൂടെ അവിടെ ഇരിക്കുന്നു, വർത്താനം പറയുന്നു, പാട്ട് പാടുന്നു, നാടൻ പാട്ട്. ഞാൻ ഇപ്പുറത്ത് പച്ചക്കറി വളർന്നോന്ന് നോക്കുന്നു, വാട്ടം ഉണ്ടോന്ന് നോക്കുന്നു, ചെടി നനയ്ക്കുന്നു. നാളത്തേക്ക് നമുക്ക് സീനിൽ വേണമല്ലോ, അപ്പൊ ഫ്രഷ് ആയിട്ട് നിൽക്കണമല്ലോ. പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഒക്കെ ആണെങ്കിൽ അടിപൊളി ടീമാണ്. ഞങ്ങളുടെ ഇന്ററോഗേഷൻ റൂം കണ്ടോ? പടം കണ്ടോ? അതില് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ പർട്ടിക്കുലർ ആയിട്ട്? സാധാരണ കാണുന്ന ഒരു ജയിലല്ല മറ്റേ ഇന്ററോഗേഷൻ റൂം ഞങ്ങളുടെ. അത് ഞങ്ങൾ നിഖിലെ ചോദ്യം ചെയ്യുന്ന റൂമായിട്ട് കാണിച്ചെടുത്ത് ഞാൻ വലത് കാലം വെച്ച് കയറുമ്പോൾ കാണുന്ന ഒരു 5-10 ഏത്തക്കൊല. അത് ശരിക്കും ഉണ്ട് അതില്. ഏത്തക്കൊല പഴിപ്പിക്കാൻ ചന്ദനത്തിരികള്, മൊത്തത്തിലൊരു പൂജാമുറിയിലേക്ക് കയറിയ ഒരു പ്രതീതി. വളം, കീടനാശിനികള്, മറ്റേ ടിക്-20, പിന്നെ മറ്റേ സ്പ്രേ അടിക്കുന്ന സ്പ്രേ ബോട്ടില്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്ററോഗേഷൻ. അത് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് കയറി കഴിഞ്ഞിട്ട് അയ്യോ സോറി റൂം മാറിപ്പോയി, അല്ല ഇതാണ് ഇന്ററോഗേഷൻ, ഇത് തന്നെയാണ്, പോരെ എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര ജോവിയലായിരുന്നു. ഈ ഹക്കിമൊക്കെ ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ഒരല്പം ഒരു പ്രത്യേക ലുക്കാണ് ഇതിനകത്ത്, ഇതുവരെയും ഇല്ലാത്തൊരു ലുക്കും. അതെ, ആള് വളരെ രസമായിട്ട്, ആള് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു മാറി നിൽക്കുന്ന ഒരു മെത്തേഡ് ആക്ടർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. എല്ലാവരുമായിട്ട് മിംഗ്ലി. എല്ലാരും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യര് അപ്പുറത്തിരിക്കുന്നതിന്റെ ഉള്ളറിഞ്ഞാൽ എല്ലാരും പാവങ്ങളാന്ന് പറയുന്നത് അതേ ഉള്ളൂ. ഈ വരുമ്പോ വലിയ സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് എന്നിട്ട് നീ അവിടെ പോയാ ഇവിടെ പോയി, ഇതൊക്കെ തന്നെയാണ് സെറ്റ്. ചേച്ചിക്ക് ഈ ഒരു ഡയറക്ടറിന്റെ വർക്ക്സ് ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുവാണ്. എനിക്ക് ഈ ആളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം എന്ന് ഇതേപോലെ ഞാൻ പറയില്ല. കൂടെ വർക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. ഇതാണ് നേരത്തെ പറഞ്ഞ ഡിപ്ലോമസി. ഡിപ്ലോമസി അല്ല ഇത്, ചെറുത്തുനിൽപ്പ്. അതല്ല, ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഭയങ്കര ഡിഫറെന്റാണ്. നമുക്ക് ഒരാളുടെ സിനിമ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. കാരണം എത്രയോ പേരുടെ എത്രയോ സിനിമകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. നമുക്കതിൽ ഒന്ന് മാത്രം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയണം, ഞാൻ ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ എന്ത് പറയും? അയ്യോ എന്നിട്ട് എനിക്ക് ആക്ടറുടെ കേസ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഉർവശി ചേച്ചി. എനിക്ക് ഫസ്റ്റ് വരുന്ന അതാ.
അത് ആക്ടർ ആക്ട്രസ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ എനിക്ക് ഫസ്റ്റ് ഒരു ചേച്ചിയുടെ പേര് അയ്യോ അത് നമുക്ക് ഞാനിപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മളെ ഓൾ ടൈം നമ്മൾ എപ്പോഴും നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള തലമുറകളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 മൺമറഞ്ഞു പോയ ആളുകളുടെ പേര് പറഞ്ഞോണ്ടാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡ് അതിന്റെ അപ്പുറത്തെ ലെജൻഡ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഒരാളുടെ പേരെ പറയാൻ പറ്റുള്ളൂ എന്ന്. കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ വേണ്ടാന്ന. ഇതിപ്പം പിടിച്ചോളാം. നെക്സ്റ്റ്. ഓക്കെ ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ സിനിമ അങ്ങോട്ട് പോയി ചോദിച്ച് അവസരങ്ങൾ വാങ്ങുന്ന ഒരാളാണ്. മമ്മൂക്ക വരെ ചോദിക്കും, പിന്നെ നമുക്ക് ചോദിക്കേണ്ട വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതല്ലാണ്ട് ചേച്ചിക്ക് ഏതെങ്കിലും അവസരത്തിൽ വന്ന സിനിമ ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആകെ 5 സിനിമ ചെയ്തിട്ടുണ്ട്. എന്തിനാ ജാട? ഇല്ല, നമ്മള് എനിക്ക് അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. മേ ബി എല്ലാരും പറയാറുണ്ട്, സാധാരണ പുരസ്കാരങ്ങളുമായിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൊതുവെ ചാൻസസ് കുറവാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനിങ്ങനെ ഒരു പടം കഴിഞ്ഞ 1.5 വർഷം ഞാൻ ഇങ്ങനെ ഇരിക്കും അടുത്തത് വരാനായിട്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ അത് പിടിക്കും, അത് വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഓരോ സെറ്റിൽ 5-6 ഇപ്പൊ 5 പടം കഴിഞ്ഞു, 6ാമത്തെ പടം ആയി. അപ്പൊ അതിലേക്ക് പോകുമ്പോഴത്തേക്കും ആ പ്രോസസ്സ് വളരെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ ഗ്യാപ്പ് ശ്രദ്ധിക്കുന്നില്ല. അത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊരു നമുക്ക് ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കുറച്ച് ക്ഷമ പഠിക്കും, പിന്നെ കുറച്ച് കാത്തിരിപ്പ്, അതിൻ്റെ ഒരു ഫലം പഠിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കും. നമ്മൾ ഇത് നാളെ നമ്മൾ എന്തെങ്കിലും ആയാലും നമുക്ക് കാത്തുകൂട്ടം നല്ലതാ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് സെറ്റാണ്, കുഴപ്പമില്ല. ഈ ഗ്യാപ്പിൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഈ ഇടയ്ക്ക് വർഷങ്ങളുടെ ഒരുപാട് മൂവീസ് കാണുന്ന ഒരാളാണ് ഞാൻ. മൂവീസ് കാണാറുണ്ട്. അതുകൊണ്ട് ഇറ്റാലിയനും സ്പാനിഷും അതൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ ഇത് കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കുറേ മൂവീസ് ഇത്രയും വർഷത്തെ വേറെ കുറേ ഇന്ത്യൻ മൂവീസ് തന്നെ ഉണ്ടല്ലോ. ഞാൻ തമിഴാണെങ്കിലും തമിഴ്, ഹിന്ദി, മലയാളം ഒക്കെയാണ് കൂടുതലും കാണുന്നത്. ഞാൻ തെരഞ്ഞു പിടിച്ച് കാണുന്ന ഒരാളാണ്. ഇത് തന്നെ പരിപാടി. മൂവീസ് വാച്ച് ചെയ്യാറുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട്. ഈ ഡിപ്ലോമസി വേണ്ടാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. റീസെന്റ് നമ്മൾ കണ്ട ഒരു സിനിമയില് ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നമുക്ക് ആഗ്രഹം തോന്നും, അത് നമുക്ക് ഓഫ് കോഴ്സ് കൊതി തോന്നും കേട്ടോ. ആസ് ആൻ ആർട്ടിസ്റ്റ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നു എന്ന് ആഗ്രഹം തോന്നി. റീസെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചേച്ചിയുടെ ഇഷ്ടമുള്ളത്. എനിക്ക് ജഗതി ചേട്ടന്റെ ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫീമെയിൽ ക്യാരക്ടർ അല്ല, ജഗതി ചേട്ടന്റെ ക്യാരക്ടർ അല്ല, ആ ഒരു അത് അല്ല, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതായത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതാണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല ആക്ടർക്ക്, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു KPS ലളിത ചേച്ചി ഉണ്ട്, കൽപ്പന ചേച്ചിയുണ്ട്, എത്രയോ ലെജൻഡ്സ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോൾ ഈ ജഗതി ചേട്ടൻ എന്ന് പറയുന്ന ഒരാള് ഇവരും ഒരുപക്ഷെ ഗുരുസ്ഥാനത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം ചില സീൻസ് വരുമ്പോഴത്തേക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും അയ്യോ അദ്ദേഹത്തെ പോലെ ചില ടക്ക് കോമഡീസ് ഒക്കെ വരുമ്പോഴത്തേക്കും ദൈവം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ. ഈ ജയചേട്ടന്റെ മാനറിസം ഒക്കെ കാണാൻ മുമ്പ് പോയി ഇമിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മറ്റേ കിലുക്കത്തില് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റേ നാക്കുകൊണ്ട് ഇങ്ങനെ മറ്റേ ഇത് ഇട്ടിട്ട് മറ്റേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. ടിക്ടോക്കില് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ എന്തെന്നാ ഭാഗ്യം കിളവന് ഉന്നമില്ലാതിരുന്നോണ്ട് ചത്തില്ല, അത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ മറുതാനോട് പറ എനിക്ക് അറിയാൻ പാടില്ല ഹിന്ദി എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട്. ഒരു എപ്പിക്കായിട്ട് ഒരു ഡയലോഗേ അതുപോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാമോ? എന്നെ ദൈവമേ, അതിപ്പോ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ കുറച്ചുകൂടെ പോകട്ടെ, അടിപൊളിയുണ്ട്, രസമുണ്ട്. അയ്യോ, ഞാൻ വെറുതെ ഇരുന്ന് തള്ളുമ്പോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നെ. പിന്നെ ചേച്ചി ആ ഡയലോഗ് പറയുമ്പോഴേ രസം ഉണ്ടായിരുന്നു, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് എന്താ പറയാ, അവനും ഞാനും തമ്മില് അല്ല, ഡയലോഗ് എന്തായാലും കറക്റ്റ് വരില്ല കേട്ടോ. നിങ്ങളത് മറ്റേ ഡബ് സ്മാഷ് ഇട്ടിരണം. അവനും ഞാനും തമ്മില് അടിച്ച് പിരിഞ്ച് പോട്ടി ചാകിട मुझे मालूम എനിക്ക് ഹിന്ദി അറിയാൻ നീ മറന്നോ ആരെങ്കിലും പറയണേ.
അടിപൊളി. ഇങ്ങനെ കൈകൾ അത് കൊള്ളായിരുന്നോ? മറ്റേ ഇത് ഏറെ ദിവസം പോവും. ഇത് ശൂന്യ അങ്ങനെയല്ല ചേച്ചി. ആ എക്സ്പ്രഷൻ ഇല്ലേ, ജഗതി ചേട്ടന്റെ എക്സ്പ്രഷൻ, അതെങ്ങനെ ചേച്ചി ചെയ്യുന്നത്? അല്ല അത് ശരിക്കും വന്നോ? അത് വന്നു, ശരിക്കും വന്നോ? സീരിയസ്ലി വന്നു. വന്നോ? എവിടെ നീ കണ്ടോ? അല്ല അത് ശരിക്കും ആ കൈയൊക്കെ ഓടിക്കുമ്പോഴേ അടിപൊളി കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മളെ കുഞ്ഞിന്റെ ഈ ചേച്ചി 4-5 സിനിമയിലൊന്നും പിടിച്ച് നിർത്തരുതേ പ്ലീസ്. നിങ്ങളെ വിളിച്ച് കുറെ പടങ്ങൾ എടുക്കുക. അയ്യോ ഇത് എടുക്കണല്ലായിരുന്നു, കട്ടില്ലായിരുന്നു. അടിപൊളിയായിട്ട് വൾഗറായിട്ട് തോന്നുന്നൊക്കെ കട്ട് ചെയ്ത് നല്ല ഗ്ലാമർ ആയിട്ടുള്ളതൊക്കെ. ഇല്ല, നമ്മള് അഭിനയിക്കുമ്പോഴത്തേനും നമ്മള് ഉറശിച്ചൊക്കെ പറഞ്ഞ ഒരു കാര്യം, അഭിനയിക്കുമ്പോൾ നമ്മള് ഭംഗി നോക്കി അഭിനയിക്കരുത്. ഞാൻ നോക്കാറില്ല, അല്ലെങ്കിൽ തന്നെ ഭംഗിയില്ല. പിന്നെ അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, എനിക്ക് നേരിട്ടുള്ള പോലെ അല്ല സ്ക്രീൻ. നമ്മളെല്ലാവരും ഡിഫറെന്റ് ആണ്. എന്നെ കാണുന്നതന്നെ എനിക്ക് കഥാപാത്രങ്ങളായിട്ട് കാണുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ജയചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇത്രയുള്ള കാലം തൊട്ടിരുന്ന് ചിരിച്ചു പറഞ്ഞ് ഇങ്ങനെ പോയിരുന്നിട്ട് ചിരിച്ചോണ്ടിരുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ സീൻ. ചേച്ചി ഡാൻസർ ആണ് എന്നുള്ളത് നമുക്കറിയാം. പാട്ട് പാടൂലേ? പാടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം നോക്കി പഠിച്ചിട്ട് വന്നിട്ട് പിന്നെ എന്തോന്ന് ചോദിക്കുന്നേ? അതിനാ പറഞ്ഞ. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലോട്ട് പറയാം. ഏത് പാട്ട് വേണം ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്? ചേച്ചി നല്ല ലിറിക്സ് ഉള്ളൊരു പാട്ട് പറഞ്ഞു കേട്ടോ, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ടാസ്ക് എടുത്ത് തരുന്നുണ്ട്. ഹിന്ദി ആയ കുഴപ്പമുണ്ടോ? ഹിന്ദി മുझे ഹിന്ദി മാലൂം, പ്രശ്നമില്ല. പറഞ്ഞ പോലെ ഹിന്ദി മാലും. അല്ല ഞാൻ സാധാരണ എപ്പോഴും മലയാളം പാട്ടും അങ്ങനെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്ത് പാടുന്നതാണ്. അപ്പൊ ഇത്തവണ ഒരു ഹിന്ദി പാട്ട് അല്ലെങ്കിൽ തമിഴ് പാട്ട് പാടാം. ലിറിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള പാട്ട് വേണേ. ലിറിക്സിന് ഇമ്പോർട്ടൻസ് ഹിന്ദി. ഒരു സാധനം വരുന്നുണ്ട് അതുകൊണ്ട്. അപ്പൊ എനിക്ക് എന്തോ ഒരു പണിയാണോ? എന്താ പണിയാണേ? ശരി പാട്ട്. പഠിച്ച പാട്ട് മറന്നുപോയല്ലോ ദൈവമേ. ഒരുമാതിരി ആയിപ്പോയല്ലോ. മറ്റേ ലിറിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ഏതെങ്കിലും പാട്ട് എന്ത് വന്നാലും പാടി എനിക്കുണ്ട്. ശരി. ഉളന്ത വെതക്കയില് സുത്തി ഊതക്കാത്ത് അടിക്കയില് നാനപ്പനക്ക് കഞ്ചിക്കൊണ്ട് അതുമ്മെടു താണ്ടി പോന കണ്ട നല്ല നല്ല കനവെല്ലാം നെഞ്ചുക്കുള്ള ചേർത്ത് പോന ഉളന്ത് വെതക്കയില് സുത്തി ഊതക്കാത്ത് അടിക്കയില് നാനപ്പനക്ക് കഞ്ചിക്കൊണ്ട് അതുമ്മെടു താണ്ടി പോന കണ്ട നല്ല നല്ല സഗുണത്തെ നെഞ്ചുക്കുള്ള ചേർത്ത് പോന. അയ്യോ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മൾട്ടി ടാലന്റഡ് എന്നുള്ളത്? തള്ളിയതല്ലെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ? എനിക്ക് നമുക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഇനി പോരട്ടെ, പണി പോരട്ടെ. ഇത് എനിക്ക് ആക്ച്വലി എനിക്ക് ഇതിന്റെ മറ്റേ ഡ്യുവറ്റ് വേർഷനെക്കാട്ടിലും ഈ സുനലത മാം പാടി ഈ ഒരു വേർഷൻ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണോ? എന്റെ പ്ലേലിസ്റ്റിലുള്ള സാധനം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഞാൻ ഇവിടെ മിസ് ചെയ്യുന്ന ഒരു സിംഗറും കൂടിയാ സുനലത മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് എനിക്ക് എന്റെ ഡെഡിക്കേഷൻ ഞാനിങ്ങനെ എടുക്കുവാണേ. ഇനി നമുക്ക് അതിന്റെ ലിറിക്സ് ഓർമ്മയുണ്ടല്ലോ ചേച്ചി? ഉളുന്ന് അല്ലേ? എന്തായിരുന്നു? ഉളുന്ന് ആ സാധനം. അതിന്റെ 2 വരി ആ ലിറിക്സ് നമുക്ക് എടുക്കാം. ഓക്കെ, ചേച്ചി വളരെ നല്ലൊരു ആക്ടറാണ്. ചേച്ചി ലൈക് ഡാൻസർ ആണ്. അപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ വേറെ എന്തെങ്കിലും സിമ്പിൾ പാട്ട് എന്റെ മനസ്സിൽ തോന്നിക്കാം. ഓക്കെ, നമുക്ക് ഇതിലെ ആ 2 വരി ഒരു ഡയലോഗായിട്ട് ചേച്ചി ഇപ്പൊ അഭിനയിച്ച് കാണിക്കും. നവരസങ്ങളുള്ള 9 രസത്തിൽ ഏതെങ്കിലും 3 രസം ചേച്ചി ഇപ്പോ ആ ഡയലോഗ് ആ ലിറിക്സ് എടുത്തിട്ട് ചേച്ചി എന്നെ അഭിനയിച്ച് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരും. അതാണ് ടാസ്ക്. അങ്ങനെ പറഞ്ഞൂടാ. കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? പ്ലീസ്, അതൊക്കെ പറ്റും. പറ്റിക്കാം. ഏത് രസം നമ്മൾ സെലക്ട് ചെയ്യണേ? ഞാൻ തരട്ടെ. ആദ്യം നമുക്ക് ചേച്ചി നമുക്ക് ഇമോഷണൽ സാധനം. എന്താ രസത്തിന്റെ പേര്? വിഷമത്തിന്റെ രസമില്ലല്ലോ. ഞാൻ രസം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ബ്രാഹ്മൺസിന്റെ രസമാണോ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ഒരു രസമില്ലേ ചേട്ടാ? വിഷമത്തെ രസമില്ലല്ലേ? ഓക്കെ, നമുക്ക് അത്ഭുതത്തിൽ നമുക്കിത് പറയാം. ഉളുന്ത് വതക്കല്ലേ? ഊതക്കാത്ത അടിക്കയില്ല. നോക്കിക്കോ, മര്യാദയ്ക്ക് നോക്കിക്കോ. അപ്പൊ എനിക്ക് കഞ്ചു കൊണ്ടുപോന്നെ. അതെ, അടുത്ത നമുക്ക് ശൃംഗാരം.
ഉഴുந்து വരയ്ക്കയില്ലേ, ഉം. സുത്തി ഊതക്കാത്ത അടിക്കയില്ലേ, അപ്പനക്ക് കഞ്ചി കൊണ്ടുപോകണം. സൂപ്പർ. നമുക്ക് ഒന്നുകൂടെ പഠിക്കാൻ ചേച്ചി. മതിയായില്ലേ? ഇല്ല, ഒന്നുകൂടെ. എന്നെ ബീബൽസം. ഉളുന്ത് വരയ്ക്കയില്ലേ, സുത്തി ഊതക്കാത്തടിക്കയില്ലേ, അപ്പനക്ക് കഞ്ചി കൊണ്ടുപോനെ. ഇതുണ്ടല്ലോ, ഞാൻ നേരത്തെ ജഗതിയുടെ ഇത് കണ്ടതിന് ശേഷം എനിക്ക് ചേച്ചി ഇപ്പൊ ചെയ്യുന്നത് എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാതെ ഒറ്റയടിക്ക് കൊന്നൂടെ? ഇല്ല ചേച്ചി, നമുക്ക് എന്റെ മനസ്സിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ എല്ലാ മൾട്ടി ടാലന്റും കൊണ്ടുവരാന്നുള്ളത്. നമ്മൾ ഒരിടത്ത് ഇതെല്ലാം വേറെ എവിടെയെങ്കിലും ചേച്ചി ഇതെല്ലാം ഒരുമിച്ച് എടുത്തിട്ടുണ്ടോ? പറ. ഇല്ലെന്ന് പറ, എന്റെ ഒരു സമാധാനത്തിൽ ഇല്ല. ഇതാണ്. ഓക്കെ ചേച്ചി, നമ്മുടെ ജോഷ് ടോക്സിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇൻസ്പിറേഷണൽ ആയിട്ട് ഫീൽ ചെയ്ത കാര്യമാണ്. ഇല്ല, നമുക്ക് കരച്ചിലും വേണ്ടോ, നമുക്ക് ഫണ്ട് തന്നെ മതി. ബട്ട് സ്റ്റിൽ എനിക്കിത് സംസാരിക്കാണ്ടിരിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അതായത് എന്താ പറയാ, വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പാർഷ്യലി പാരലൈസ്ഡ് ആവുന്നു. അവിടുന്ന് ചേച്ചി ഒട്ടും തളർന്നില്ല, അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ഓക്കെ, ഈ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ചേച്ചിക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പൊ ഈ കാണുന്ന, അതായത് വളരെ ഫൺലോയിങ് ആയിട്ട് വളരെ ചിരിച്ചുകൊണ്ട് ബബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു ചേച്ചി ആവാൻ ആ പറയുന്ന ഇൻസിഡൻസ് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എത്രത്തോളം ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ എന്റെ വട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവും അല്ലേ, നമ്മള് ഇപ്പൊ എന്താ പറയാ, ഏതൊരു അന്തരീക്ഷവും നിറം മാറുന്ന പോലെ മനുഷ്യരെല്ലാരും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഏതു നേരവും നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റില്ല. നമുക്ക് കരയാനായിട്ട് കണ്ണീര് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തൊട്ട് പിന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ തോന്നുക. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കുക. അത് ചിന്തിച്ച് പയ്യെ പയ്യെ വന്നു. പിന്നെ ഈ അനുഭവങ്ങൾ നമ്മൾ കുറച്ചൊരു ഫയറാക്കി, നമ്മളൊരു എനർജി ആക്കി, അത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇനി നമ്മള് വീഴില്ല, നമ്മള് തീ കൊത്തുക. തീയിലൊന്നും കുരുത്തിട്ടൊന്നും ഇല്ല, അത്രയും ധൈര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ പോവാം, നമുക്കതൊരു ഊർജ്ജമാണ്. നേരത്തെ ചേച്ചി പറഞ്ഞില്ലേ, ഈ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മളാ കണ്ടെത്തേണ്ടതെന്നുള്ളത്, നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെ സന്തോഷം എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് ഹാപ്പിനെസ് മീൻസ് ടു യു, അല്ലെങ്കിൽ സക്സസ് മീൻസ് ടു യു? നമ്മളിപ്പോ ശ്വാസം എടുക്കുന്നില്ലേ, അതുപോലെ നമുക്ക് സക്സസ് ആണ്. കാരണം അതെടുക്കണ്ടെന്ന് വിചാരിച്ച് ജീവിതം പാഴാക്കി കളയുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ അത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ്. നമ്മളിനി ജീവിക്കണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ വിജയമാണ്. നമ്മളിനി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ വിജയമാണ്. നമ്മൾ തോറ്റുപോയാൽ നമ്മുടെ സപ്ലികൾ നമ്മൾ എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ വിജയമാണ്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ തെറിവ് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഞാനിത് നടത്തിയെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ എവിടെ നിന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് നമ്മുടെ വിജയമായിട്ട് നമ്മൾ കാണും. പക്ഷെ അത് പരാജയത്തിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ഡോണ്ട് ഡു, അത് നമ്മൾ ചെയ്യരുത്. പക്ഷെ നമുക്ക് എല്ലാം നമ്മുടെ വിജയമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയം അല്ലേ. ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയം. ആ വിജയത്തിലേക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങിയേ നമ്മൾ അറിഞ്ഞുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചിന്താഗതിയിൽ വരുന്ന മാറ്റം. അതൊരു പോസിറ്റീവ് കാര്യമാണ്. അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. വല്ല മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അടുത്ത ചേച്ചി ചോദിക്കും എന്താ മനസ്സിലായെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല, പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലായി? എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് കണക്ട് ആയി, എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു. അതെ, എനിക്ക് മനസ്സിലാവും ചേച്ചി. കാണുമ്പോ വലിയ ലുക്കൊന്നും കുറച്ച് ബുദ്ധി എവിടെയോ പോയി കിടക്കാണ്, എവിടെയോ ഉണ്ട്. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേച്ചി, അടിപൊളി ആവട്ടെ. ഓക്കെ, ഇനിയും സിനിമകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ ഇത് മൈഷൻ മേക്കേഴ്സിന്റെ ഒരു ചെറിയ സ്നേഹ സമ്മാനമാണ് ചേച്ചി. ഓക്കെ, ഒരു കസ്റ്റമൈസ് ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഓക്കെ, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്വീൻ. ഓക്കെ, അപ്പൊ ചേച്ചി സന്തോഷല്ലേ? അപ്പൊ ശരി എന്നാ. ഓക്കെ ചേച്ചി, കണ്ടതിലും സംസാരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അടിപൊളിയായിരുന്നു. ഓക്കെ, ശരി ചേച്ചി.